ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രതാപനെ കാണാനായിട്ട് കണ്ണൻ എത്തിക്കഴിഞ്ഞാൽ കണ്ണനോട് എല്ലാ സത്യങ്ങളും പ്രതാപൻ വിളിച്ചു പറയും. അത് കേട്ട് രക്തം തിളയ്ക്കുന്ന കണ്ണൻ മാർക്കോയുടെ സഹായത്തോടെ തന്നെ കൊലപ്പെടുത്തും എന്നെല്ലാം ആലോചിച്ച് ഭയന്ന് വിറയ്ക്കുന്നുണ്ട് വാമൻ. തുടർന്ന് സീമന്തിനി പറയുന്നുണ്ട്, എല്ലാം ചെയ്തു കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഇപ്പോൾ ഉണ്ണിയും ദുർഗയൊക്കെ നമ്മുടെ പക്ഷത്താണ്. നിങ്ങൾ കൊന്നിരിക്കുന്നത് ദുർഗയുടെ ഭർത്താവിനെയാണ്. അവരെല്ലാം സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ണനും ഉണ്ണിയും ദുർഗയൊക്കെ ഒന്നിക്കുമെന്ന് പറയുമ്പോൾ എല്ലാത്തിനും കാരണം മഹാലക്ഷ്മി കണ്ണൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ്. അവളെ ഇല്ലാതാക്കാനായിട്ട് എന്തൊക്കെ ചെയ്തു, ഒന്നും നടന്നില്ലല്ലോ എന്ന് പ്രതാപൻ പറയുമ്പോൾ ഇപ്പോൾ പ്രതാപൻ്റെ ദേഹത്ത് കൂടിയിരിക്കുന്നത് വിശ്വനാഥൻ്റെ ആത്മാവാണെങ്കിൽ മഹാലക്ഷ്മിയുടെ ശരീരത്തിലുള്ളത് ദൈവകാംശമാണ്. അതുകൊണ്ടാണ് വിഷം ഉള്ളിൽ ചെന്നിട്ട് പോലും അമ്മയ്ക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കാതിരുന്നതെന്ന് സീമന്തിനി പറയുമ്പോൾ വാമനും അത് ശരിവെക്കുന്നുണ്ട്. ഇതിനിടയിൽ പ്രതാപൻ മുത്തശ്ശി അറിയാതെ കണ്ണനെ ഫോണിൽ വിളിച്ചിട്ട് എനിക്ക് നിന്നോട് ചില സത്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുന്നതും പെട്ടെന്ന് തന്നെ മുത്തശ്ശി വന്നിട്ട് പ്രതാപൻ്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങിക്കുന്നു. അയാൾക്ക് എന്തായിരിക്കും എന്നോട് പറയാനുള്ളത് എന്നൊരു തോന്നൽ കണ്ണനും ഉണ്ടാവുന്നുണ്ട്. തുടർന്ന് പ്രതാപൻ്റെ ഭാവത്തിലും പെരുമാറ്റത്തിലേക്കുള്ള മാറ്റം കണ്ട് മുത്തശ്ശിയാണെങ്കിൽ പേടിച്ച് മുറിയുടെ പുറത്ത് പോയിരിക്കുന്നു. ആ വാമനാണ് എല്ലാത്തിനും കാരണം എന്ന് പരിതപിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. ഇതേ സമയം വാമനാണെങ്കിൽ എന്തോ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പ്രതാപനെ കാണാനായിട്ട് എത്തുന്നു. മുത്തശ്ശിയെ കാണുന്നതും പ്രതാപൻ എങ്ങനെയുണ്ട് അമ്മയെന്ന് വാമൻ ചോദിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്നോ, നീ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് അനുഭവിക്കുന്നത് മുഴുവൻ ഞാനാണ്. ഞാൻ കണ്ടില്ലെങ്കിൽ സത്യം മുഴുവൻ അവനിപ്പോൾ കണ്ണനെ ഫോണിൽ വിളിച്ച് അറിയിച്ചേനെ എന്ന് മുത്തശ്ശി പറയുമ്പോൾ അത് കേട്ട് ഒന്ന് ഞെട്ടുന്നുണ്ട് വാമൻ. ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വാമദേവൻ പ്രതാപൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. വാമനെ കാണുന്നപ്പോൾ തന്നെ താൻ എന്താടോ വീണ്ടും വന്നത് വാമദേവ? കണ്ണനോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ കാര്യം അവൻ നോക്കിക്കോളും. ഇന്നലെ രാത്രി കൂടി വിശ്വനാഥൻ എന്നെ കാണാൻ വന്നിരുന്നു. എത്രയും വേഗം കണ്ണനെ സത്യങ്ങൾ അറിയിക്കണമെന്നാണ് വിശ്വൻ പറഞ്ഞതെന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ എടാ ഭ്രാന്ത, അങ്ങനെ സത്യങ്ങളെല്ലാം കണ്ണൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം തനിക്ക് കൂടിയാണ്. തൻ്റെ മോൾക്ക് പിന്നെ കമലേശ്വരത്ത് ഉണ്ണിയുടെ ഭാര്യയായിട്ട് തുടരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവളെ ആട്ടി പുറത്താക്കിക്കോട്ടെ, എന്നാലും വേണ്ടില്ല, കണ്ണൻ വന്നാൽ ഞാൻ എല്ലാം അവനോട് പറയും എന്നെല്ലാം പ്രതാപൻ വീണ്ടും പറയുമ്പോൾ വാമൻ പ്രതാപൻ്റെ നേരെ ഭീഷണിയുടെ സ്വരം മുഴുക്കുന്നുണ്ട്. അങ്ങനെ താൻ കണ്ണനോട് എല്ലാം വിളിച്ചു പറഞ്ഞാൽ തൻ്റെ ജീവൻ എടുക്കാൻ പോകുന്നതും ഞാനായിരിക്കും. താൻ എന്നെക്കൊണ്ട് വെറുതെ അതൊന്നും ചെയ്യിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ വാമദേവൻ. പിന്നീട് കണ്ണൻ ആലോചിക്കുന്നുണ്ട് എന്തായിരിക്കും പ്രതാപൻ എന്നോട് പറയാനുള്ളത്. ഏതായാലും ഹോസ്പിറ്റൽ വരെ പോയി അയാളെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് തന്നെ തീരുമാനിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ വെച്ച് മഹി കണ്ണനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണേട്ടൻ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇടയ്ക്ക് കരുണയുടെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. അയാൾക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്നാണ് പറഞ്ഞത്. മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. അതിനു മുൻപ് ഫോൺ കട്ടായി. ഞാൻ അയാളെ കണ്ടിട്ട് നേരെ അവിടേക്ക് വരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ട് കേട്ടോ മഹിയുടെ. ഇന്നത്തോടെ എല്ലാം തീർന്നു. അയാൾ കണ്ണേട്ടനോട് എല്ലാം വിളിച്ചു പറയുന്നത് തന്നെ ഉറപ്പിക്കുന്നുണ്ട് മഹി. ഇതേ സമയം വാമനാണെങ്കിൽ പ്രതാപനെ കണ്ട് മുറിയിൽ നിന്നും ഇറങ്ങുന്ന സമയത്താണ് കണ്ണൻ വരുന്നത് കാണുന്നത്. സ്വപ്നത്തിൽ കണ്ടതുപോലെ എല്ലാം സംഭവിക്കാൻ പോകുകയാണോ എന്ന് പേടിച്ചുകൊണ്ട് നേരെ മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് അവൻ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ആരാണെന്ന് മുത്തശ്ശി ചോദിക്കുന്നതും കണ്ണൻ എന്ന് വാമൻ പറയുന്നതും മുത്തശ്ശിയും ആകെ ഷോക്കാവുന്നുണ്ട്. ഇത് കേൾക്കുന്ന പ്രതാപൻ അവൻ്റെ അച്ഛനെ കൊന്നത് ഞാനാണെന്ന് ഒന്ന് പറഞ്ഞോട്ടെ എന്ന് വീണ്ടും പറയുമ്പോൾ എടാ പ്രതാപ, നീ എല്ലാ സത്യങ്ങളും കണ്ണനോട് വിളിച്ചു പറഞ്ഞാൽ എന്നെ മാത്രമല്ല നിന്നെയും അവൻ തീർക്കും, ഇവിടെ ഇട്ട് തീർക്കും എന്ന് പറയുമ്പോൾ അങ്ങനെ തീർത്തോട്ടെ, എനിക്ക് വിശ്വനാഥൻ്റെയോടൊപ്പം പോയി ഞങ്ങൾക്ക് കൂട്ടുകാരെ പോലെ ആടിപ്പാടി നടക്കാം എന്നെല്ലാം പ്രതാപൻ പറയുന്നത് കേട്ട് മുത്തശ്ശിക്കും വാമനും ശരിക്കും ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയിലാവുന്നുണ്ട്. കണ്ണനാണെങ്കിൽ ഇതേ സമയം പ്രതാപൻ്റെ മുറി എവിടെയാണെന്ന് ഒരു നഴ്സിനോട് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വാമനാണെങ്കിൽ മുത്തശ്ശിയെ കണ്ണൻ പ്രതാപനെ കാണുന്നതിൽ നിന്നും എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് മുറിയുടെ പുറത്തേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ മുത്തശ്ശി അവിടെ നിൽക്കുന്നത് കാണുന്നതും പ്രതാപന് ഇപ്പോൾ എങ്ങനെയുണ്ട്, അയാൾക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്നാണ് അയാൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല മോനെ, പക്ഷേ ആ വീഴ്ചയുടെ ആഘാതത്തിൽ അവൻ എന്തോ സമനില തെറ്റിയതുപോലെ ഓരോന്നൊക്കെ പിച്ചും പേയൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പോൾ അവൻ മരുന്ന് കഴിക്കുന്നതിൻ്റെ ക്ഷീണത്തിൽ നല്ല മയക്കത്തിലാണ്. മോൻ പോയിട്ട് പിന്നെ വാ, അവന് ഉണരാൻ 2 മണിക്കൂറെങ്കിലും കഴിയുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി തൽക്കാലത്തേക്ക് കണ്ണനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ട്. ഇതേ സമയം പ്രതാപൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കാനായിട്ട് വാമദേവനാണെങ്കിൽ ഒരു തുണി കൊണ്ട്, ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് വാമദേവൻ്റെ വായ പൊത്തിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.
പിന്നീട് കാണിക്കുന്നത് ഉണ്ണി പുറത്തേക്ക് പോകാനായിട്ട് റെഡി ആവാണ്. ഇതേ സമയം കരുണ വന്നിട്ട് ഉണ്ണീട്ടൻ എവിടേക്ക് പോകുമെന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയല്ലേ, നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം, നിൻ്റെ അച്ഛൻ ആരെയോ കൊന്നെന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുകയാണല്ലോ, ഇനി കൊന്നിരിക്കുന്നത് എൻ്റെ അച്ഛനെ ആയിരിക്കുമോ എന്ന് ഉണ്ണി പറയുന്നത് കേട്ട് ഷോക്കാവുന്നുണ്ട് കേട്ടോ കരുണയ്ക്ക്. അതൊന്നുമല്ല, അന്ന് കണ്ണനെയും ലക്ഷ്മിയെയും ലോറി ഇടിപ്പിച്ച് കൊല്ലാൻ പോയപ്പോഴല്ലേ അച്ഛൻ ഇങ്ങനെ ഉണ്ടായത്, അതാണ് അച്ഛൻ ആരെങ്കിലും കൊന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഉണ്ണിയെ കൺവിൻസ് ചെയ്ത് നിർത്തുന്നുണ്ട് കരുണ. പിന്നീട് കണ്ണൻ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്തുന്നു. അപ്പോൾ കണ്ണേട്ടനോട് പ്രതാപനെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. കണ്ണേട്ടനെല്ലാം അറിഞ്ഞു കാണുമോ എന്നുള്ള ഒരു വല്ലാത്തൊരു ടെൻഷനുണ്ട് മഹിക്ക്. തുടർന്ന് ഞാൻ പ്രതാപനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നെങ്കിലും അയാളെ കാണാൻ കഴിഞ്ഞില്ല, മരുന്നിൻ്റെ ക്ഷീണത്തിൽ അയാൾ മയക്കത്തിലാണെന്നാണ് അയാളുടെ അമ്മ പറഞ്ഞത് എന്ന് കണ്ണൻ പറയുമ്പോൾ പകുതി സമാധാനമാവുന്നുണ്ട് മഹിക്ക്. എന്നെങ്കിലും കണ്ണേട്ടൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിയും, ഒരുപാട് കാലമൊന്നും കണ്ണേട്ടനിൽ നിന്നും ഈ സത്യങ്ങൾ മറച്ചു വയ്ക്കാൻ കഴിയില്ല എന്നാലോചിച്ച് വല്ലാതെ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ട് കേട്ടോ മഹിക്ക്. പിന്നീട് കാണിക്കുന്നത് ഉണ്ണിയും കരുണയും ഹോസ്പിറ്റലിലെത്തുന്നു. അപ്പോൾ ഉണ്ണിയോട് എല്ലാ സത്യങ്ങളും പ്രതാപൻ വിളിച്ചു പറയുമോ എന്നുള്ളൊരു പേടി കരുണയ്ക്കുണ്ട്. ഏതായാലും കരുണ പേടിച്ചതുപോലെ തന്നെ സംഭവിക്കുന്നു. ഉണ്ണിയെ കാണുമ്പോൾ തന്നെ പ്രതാപൻ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട്. നിൻ്റെ അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊന്നത് ഞാനാണെന്ന് തന്നെ പ്രതാപൻ വിളിച്ചു പറയുന്നു. അത് കേട്ട് രക്തം തിളച്ചു നിൽക്കുന്ന ഉണ്ണിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്